മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യമുയരുന്നതിനിടെ നിർണായക CPIM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. രാജിക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തേക്കും. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഒരു ഭാഗത്ത് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം, അതിനേക്കാൾ ഗുരുതരമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി പാർട്ടിക്കകത്ത് നിന്ന് മുതിർന്ന നേതാക്കളടക്കം രാജിവേണം എന്നുള്ള ആവശ്യം പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുന്നണിക്കകത്ത് നിന്ന് CPI ഉൾപ്പെടെ അതിശക്തമായി ആ സമ്മർദ്ദം ഉയർത്തുന്ന നിലയുണ്ട്. അതിനിടയിൽ രാജി വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം CPIMൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സെക്രട്ടേറിയറ്റിൻ്റെ പരിഗണനയിലേക്ക് ആ വിഷയം വന്നിട്ടുണ്ടോ ഗിരീഷ്? രാജ്യത്ത് വിവിധ കോണുകളിൽ നിന്ന് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ NCP നേതൃത്വവും ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യം വലിയ തരത്തിലുള്ള സമ്മർദ്ദം CPIMന് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. സംഘടനാ വിഷയങ്ങളാണ് ഉച്ചവരെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വൈകുന്നേരം ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അല്ലെങ്കിൽ നിലപാട് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും തീരുമാനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ലെന്ന ഒരു പൊതു വിലയിരുത്തലുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായ ചർച്ച നടക്കുക. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. കേന്ദ്ര നേതൃത്വത്തിലുള്ള മുതിർന്ന വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിലുള്ള അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും വിശദമായ ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും. ഇതും മുകേഷിൻ്റെ കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പരിഗണിച്ച ശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു പൊതുധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നിലപാട് വ്യത്യസ്തമാണ്. നിരവധി ആവശ്യങ്ങൾ, ആരോപണങ്ങളും അതോടൊപ്പം തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യങ്ങളും പല കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വിശദമായ ചർച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ശ്രീജിത്ത്, ഗിരീഷ്, ഇപ്പോൾ നിലവിൽ കോടതിയുടെ തീരുമാനത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് എന്ന് പറയാം. 5 ദിവസത്തേക്ക് അറസ്റ്റ് ഇന്നലെ കോടതി തടഞ്ഞിരുന്നു. പക്ഷേ കോടതി വിശദമായി ആ വിഷയം കേൾക്കാൻ പോവുകയാണ്. ഇനി ബലാത്സംഗമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായി, അതിനുശേഷം നടപടിയെടുത്തു എന്നുള്ള നിലയിലേക്ക് സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടാകും പാർട്ടി. അതിന് മുമ്പേ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോവുക, പ്രത്യേകിച്ച് മുന്നണിയിൽ നിന്നൊക്കെ മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ ഇങ്ങനെയൊരു അഭിപ്രായം രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് CPIM സജീവമായി കടക്കുന്നുണ്ടോ ഗിരീഷ്? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട ആലോചന സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. കാരണം റീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ പല വിഷയങ്ങൾ ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ ഒരു കാര്യമായി സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം എന്ന ഒരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. കാരണം മുകേഷ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് MLA സ്ഥാനം രാജിവെച്ചാൽ പകരം ആരെ മത്സരിപ്പിക്കും, വിജയസാധ്യത എത്രത്തോളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലൊക്കെയാകും പാർട്ടിയുടേതായ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എപ്പോഴും സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും MLA ആയിരിക്കുന്ന ഒരാൾ ചില ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടരാൻ ബാധ്യസ്ഥനുമാണ്. ഇതിൽ നിന്നൊക്കെയുള്ള ഒരു വ്യതിചലനം എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. മുമ്പും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നവർക്കെതിരെ കർശനമായ നടപടികൾ CPIM നേതൃത്വം സ്വീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റു ചില വാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കാരണം കോൺഗ്രസും BJPയും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്, അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന ഒരു വാദം കൂടി പാർട്ടിയിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് സജീവമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടായേ മതിയാകൂ. അതിനുശേഷം മാത്രമാകും ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമമായ തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുക. ശരി, മുകേഷിന്റെ രാജിയുടെ കാര്യത്തിൽ CPIMന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നിർണായകമായ സെക്രട്ടേറിയറ്റ് ഇപ്പോഴും ചേരുകയാണ്. ഇന്ന് തന്നെ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും CPIMന് അക്കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ വ്യക്തമായൊരു മറുപടി പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട സാഹചര്യവും രൂപപ്പെട്ടു.